ഹലോ മലയാളീസ്, ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഇതേപോലെ ഒരു ഗ്ലാസ് എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം ലെയർ പാനിൽ പോയിട്ട് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ടൂൾ ബാറിൻ്റെ അവിടെ റെക്ടാങ്കുലർ മാർക്ക് ടൂൾ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം പിന്നെയും ടൂൾ ബാറിൻ്റെ അവിടെ ഗ്രേഡിയൻ്റ് ടൂൾ എടുക്കുക. അവിടെ മുകളിൽ പോയി കഴിഞ്ഞാൽ ബേസിക്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രേഡിയൻ്റ് കാണും. എന്നിട്ട് ഈ വൈറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒപ്പാസിറ്റി മുഴുവനായിട്ട് കുറയ്ക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നൈസായിട്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം ഈ സെലക്ഷൻ ഡീസെലക്ട് ആവാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വി, അതായത് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഓരോ കോപ്പി കൊണ്ടുവരാം. ഇതേപോലെ ഓക്കെ. അതിനുശേഷം നമുക്കിത് PSD ആയിട്ട് സേവ് ചെയ്യണം. അതായത് കൺട്രോൾ ഷിഫ്റ്റ് എസ് എവിടെ വേണമെങ്കിൽ സേവ് ചെയ്യാം. ഞാൻ PSD ആയിട്ട് ഗ്ലാസ് എന്ന റീനെയിം ചെയ്തിട്ട് സേവ് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് അത് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളൊരു കൺട്രോൾ ജെ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് സെലക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഫിൽറ്ററിൽ പോയിട്ട് ഫിൽറ്റർ ഗാലറി എടുക്കുക. എന്നിട്ടൊന്ന് സൂം ഔട്ട് ചെയ്യുക. എന്നിട്ട് ഡിസ്റ്റോർട്ടിൽ പോയിട്ട് ഗ്ലാസ് എന്ന എഫക്റ്റ് എടുക്കുക. അതിനുശേഷം ഇവിടെ ടെക്സ്ചർ ഉണ്ടല്ലേ, ഇവിടെ ഈ ഐക്കൺ എടുത്തിട്ട് ലോഡ് ടെക്സ്ചർ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ സേവ് ചെയ്ത PSD ഫയൽ, ഞാൻ എന്താ ഗ്ലാസ്സിന് സേവ് ചെയ്തിട്ടുള്ളത്, അത് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അടിയിൽ പോയി കഴിഞ്ഞാൽ ലെയർ മാസ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ സൂം ആക്കാണ്. നമുക്ക് ഫേസ് വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വൈറ്റ് ആണെങ്കിൽ ഫോർഗ്രൗണ്ട് ബ്ലാക്ക് ആയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇറേസ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്ത് കൊണ്ടുവരാം. നൗ ഇറ്റ്സ് റെഡി.